ഞാൻ തിരികെ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിൻ, കോൺഗ്രസിനെ വിമർശിക്കലല്ല ഇടതുപക്ഷത്തിന്റെ ജയത്തിലേക്കുള്ള പാത എന്ന് മുന്നണി തിരിച്ചറിയുന്നുണ്ടോ ഈ നിമിഷത്തിൽ എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ വരാം. അഡ്വക്കേറ്റ് വസന്ത് തെങ്ങമ്പള്ളി, കോൺഗ്രസ് നേതാവ്. വസന്ത്, പാലക്കാട് തിളക്കമാർന്നൊരു വിജയം കിട്ടുക, അത് കഴിഞ്ഞ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിനിടയിലുള്ള ആ സമയം, അത് നമുക്കറിയാം, വസന്തനറിയാം, ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും ജനങ്ങൾക്കും അറിയാം. ഇടയിലുണ്ടായ ആ പാളയത്തിൽ പടകൾ, അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ, അത് നിലമ്പൂരിൽ ഇനി ഏതെങ്കിലും തരത്തിൽ അത് പ്രതിഫലിക്കുമോ എന്ന് കരുതി അതുണ്ടായില്ല. അതിനുശേഷം പിന്നീടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമുണ്ടാകുന്നത്. ഈ വലിയ ഒരു വിജയം കിട്ടിയതിനു ശേഷം രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം പറയുന്നത് പുറത്തുള്ളവരോടല്ല, അകത്തുള്ളവരോടാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഐക്യത്തോടെ നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നു ശ്രീ രമേശ് ചെന്നിത്തല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി കസേരയിലടക്കം അടിപിടി വേണ്ട, അത് താങ്ങില്ല എന്നൊരു സന്ദേശം കൂടി ജനങ്ങൾ ഇതിനകത്ത് നൽകുന്നുണ്ട്. UDF-ന് അത് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ടോ? അതോ ഈ ഒരു അജണ്ട കൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മറികടക്കാം, അങ്ങനെ ഒരു പ്രതീക്ഷയും ആത്മവിശ്വാസവും ഒക്കെയാണോ കോൺഗ്രസിനും UDF-നും ഉള്ളത്? നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ഗ്രൗണ്ട് അത് സെറ്റ് ചെയ്ത ആരാണ്? ക്ലൈമറ്റ് സെറ്റ് ചെയ്ത ആരാണ്? CPM-ന് അനുകൂലമായ, LDF-ന് അനുകൂലമായ ഒരു ഗ്രൗണ്ടും ക്ലൈമറ്റുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. കാരണം ഒരു ദശാബ്ദക്കാലത്തിന് ശേഷം പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ, വാർഡുകൾ വിഭജനം നടത്തി. അത് ആര് വിഭജനം നടത്തി? CPM നിയന്ത്രിക്കുന്ന സർക്കാർ വിഭജനം നടത്തി. അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ വർഗീയ വോട്ടുകളെ എങ്ങനെ ധ്രുവീകരിക്കാമോ ആ ഒക്കെ രീതിയിൽ ധ്രുവീകരിച്ച് അവർക്ക് അനുകൂലമായ രീതിയിൽ അവർ വാർഡ് വിഭജനം പൂർത്തിയാക്കി. അതിനുശേഷം 2000 രൂപ പെൻഷൻ, 2500 കൊടുക്കേണ്ടടുത്ത് ഏതാണ്ട് 6-7 മാസക്കാലമായി പിടിച്ചു വെച്ചിരുന്ന 2000 രൂപ പെൻഷൻ അവർ റിലീസ് ചെയ്തു. സർക്കാർ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലാണ് എന്ന നുണ പറഞ്ഞ് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് അത്രയും ദിവസം പിടിച്ചു വെച്ചിരുന്ന പെൻഷൻ ഇലക്ഷനുമായി അനുബന്ധിച്ച് ഏതാണ്ട് 1 മാസം മുമ്പ് അവർ പെൻഷൻ റിലീസ് ചെയ്തു. അതായത് ഫ്രീ ബീസുകളുടെ ഒരു അയ്യേര് കളി ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. 3, മാധ്യമരംഗത്തെ ചില മാധ്യമ സിൻഡിക്കേറ്റുകളെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസിനുള്ളിൽ വലിയ പ്രശ്നങ്ങളാണ് എന്ന കണക്കിന് PR വർക്ക് ചെയ്യിപ്പിച്ചു. എന്നിട്ട് കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളെ ചെറിയ ചെറിയ പ്രശ്നം, കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനമാണ്. നേരത്തെ ബലദേവ് സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ 885 തൊട്ട് ഇന്ന് വരെ ഈ കോൺഗ്രസിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എതിരഭിപ്രായമില്ലാത്ത ഒരു വിഷയം കടന്നുപോയിട്ടില്ല. ഈ രാജ്യത്തൊരു വിഷയമുണ്ടെങ്കിൽ കോൺഗ്രസിനുള്ളിലായി ചർച്ച ചെയ്യുമ്പോൾ ഒന്നല്ല, ഒരു മിനിമം 2 അല്ലെങ്കിൽ 3, 4 പക്ഷങ്ങൾ ഉണ്ടാവും. അത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ്. അതൊരു പക്ഷെ കേഡർ പാർട്ടിയിൽ നടക്കില്ല. അപ്പോ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ, ആ ചെറിയ പ്രശ്നങ്ങളെ എന്തോ വലിയ പ്രശ്നങ്ങളാണ്, കോൺഗ്രസിനുള്ളിൽ അടിയാണ് എന്ന കണക്കിന് PR എക്സസൈസിലൂടെ പ്രൊജക്ട് ചെയ്യാൻ CPM-ന് സാധിച്ചു. അങ്ങനെ ഏറെക്കുറെ ഏതാണ്ട് ഫീൽഡ് മുഴുവൻ അനുകൂലമാക്കിയ, ഏറെക്കുറെ ഏതാണ്ട് ഗ്രൗണ്ട് മുഴുവൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മത്സരത്തിന് ഇറങ്ങിയവരാണ് CPM. അപ്പൊ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ അപർണ, അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ, ഗ്രൗണ്ട് അവർക്ക് അനുകൂലമല്ലായിരുന്നുവെങ്കിൽ, അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേഡർ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടല്ലോ, അതുപോലും വെളിയിൽ വരില്ലല്ലോ. അതുപോലും വെളിയിൽ വരാതിരുന്നിരുന്നുവെങ്കിൽ CPM നാമാവശേഷമായി പോകുമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ. CPM എന്ന് പാർട്ടിയെ വിരലിൽ എണ്ണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് കൊണ്ടുപോയി എത്തിക്കുമായിരുന്നു എന്നല്ലേ നിങ്ങൾ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നത്. നോക്കൂ, ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട വിവിധ വിഷയങ്ങളുണ്ട്, അത് വോട്ടായി മാറിയിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം ശബരിമല തന്നെയാണ്. സ്വർണം കട്ടത് ആരപ്പ, അത് സഹാക്കളാണ് അയ്യപ്പ എന്ന് അരിയാഹാരം കഴിക്കുന്ന കുട്ടികൾ മുതൽ, അരിയാഹാരം കഴിക്കുന്ന മനുഷ്യർ മുതൽ അംഗനവാടിയിൽ പോകുന്ന കുട്ടികൾ വരെ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. അവരത് പാടി നടന്നു. ആ വിഷയം നേരിട്ട് ബാധിച്ചത് വെള്ളാപ്പള്ളി നടേശനെയോ NSSനെയോ ഹിന്ദു സമൂഹത്തെ മാത്രമല്ല. ശബരിമലയിലെ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയുടെയും പ്രശ്നമായി മാറി, അത് മുസൽമാന്റെയും പ്രശ്നമായി മാറി. കേരളത്തിന്റെ മുഴുവൻ ആത്മാഭിമാനമാണ്. ആ ആത്മാഭിമാനം അടിച്ചോണ്ട് പോയി പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. രണ്ടാമത് ശ്രീ ബലദേവ് സച്ചിദാനന്ദനൊക്കെ ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ. അദ്ദേഹം LDF-ലെ കക്ഷി നേതാവായോണ്ടാണ് അദ്ദേഹത്തിന് അത് പറയാൻ പറ്റുന്നത്. CPI അത് വലിയ കാര്യമായി പ്രൊജക്ട് ചെയ്തു. അതായത് RSS-മായി സന്ധി ചെയ്യേണ്ടതേ ഇല്ല എന്ന പാർട്ടി കോൺഗ്രസ് നയങ്ങളെ മുഴുവൻ, പാർട്ടി പ്ലീനറി യോഗങ്ങളുടെ എല്ലാ ബദൽ രേഖകളെയും തള്ളിക്കറഞ്ഞുകൊണ്ട് RSS-മായി രഹസ്യ അജണ്ടയാവാം എന്ന കണക്കിന് PM ശ്രീ നടപ്പിലാക്കാൻ ശ്രമിച്ചു. PM ശ്രീ നടപ്പിലാക്കുന്നതും ഏതെങ്കിലും സീറ്റുകളിലെ സെറ്റിൽമെന്റും തമ്മിൽ വലിയ അന്തരമുണ്ട്. എന്താണെന്നറിയുമോ? ഒരു സീറ്റിൽ, ഇപ്പൊ തൃശ്ശൂർ സീറ്റിൽ CPM BJP ഡീൽ ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങളുടെ വാദം.
പക്ഷെ അതിനേക്കാൾ അപകടമാണ് ഈ PMC നടപ്പിലാക്കാനുള്ള ഡീൽ. കാരണം PMC എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ ഒരു പ്രൊജക്റ്റ് ആണ്. RSS അല്ലെങ്കിൽ സംഘ് പരിവാർ എല്ലാ കാലത്തും ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ മേഖലയിലൂടെ അവരുടെ അജണ്ടകളെ, അവരുടെ വിഷയങ്ങളെ പെനിട്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ PMC നടപ്പിലാക്കിയാൽ കേന്ദ്ര വിദ്യാഭ്യാസ നയവും നടപ്പിലാക്കേണ്ടി വരും. അതായത് കേന്ദ്രം നിയന്ത്രിക്കുന്ന സംഘ് പരിവാറിന് അനുകൂലമായി ചിന്തിക്കുന്ന വിദ്യാഭ്യാസ നയം എവിടെ നടപ്പിലാക്കണം? ഇടതുപക്ഷ മതനിരപേക്ഷ കേരളം എന്ന് ഇവർ പറയുന്ന കേരളത്തിൽ നടപ്പിലാക്കേണ്ടി വരും. അതായത് ആശയപരമായി RSSന് സംഘ് പരിവാറിന് അടിമത്വം പാർട്ടിയെ കൊണ്ടുപോയി വെപ്പിക്കലായിരുന്നു പിണറായി വിജയൻ ചെയ്തത് എന്നത് പാർട്ടി അണികൾക്കുള്ളിൽ വലിയ ചർച്ചയായി. അതായത് പിണറായിസ്റ്റുകളെല്ലാം മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകൾ പിണറായിസ്റ്റുകൾക്ക് വോട്ട് ചെയ്തില്ല. അതാണ് യാഥാർത്ഥ്യം. ഇടതുപക്ഷത്ത് നിൽക്കുന്നവർ CPI അല്ലെങ്കിൽ ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബലദേവിന്റെ പാർട്ടി, ആ പാർട്ടി ബലദേവ് വോട്ട് ചെയ്തില്ലാന്നും ഞാൻ പറയില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ അണികൾ ചിലയിടങ്ങളിൽ കേരള കോൺഗ്രസ് പോലും മാണി ഗ്രൂപ്പ് പോലും CPIന് വോട്ട് ചെയ്തില്ല. കാരണം ഈ പറയുന്ന ഇവരുടെ ഇടതുപക്ഷ നയത്തിലുണ്ടായ പൊതു മിനിമം പരിപാടിയിലുണ്ടായ വലിയ വ്യതിചലനം, അതിനൊക്കെ അപ്പുറത്ത് ബാധിച്ചൊരു പ്രശ്നമുണ്ട് അപർണ. അതാണ് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി കാണുന്നത്. ഹിന്ദുവിനെയും ക്രിസ്ത്യനെയും മുസൽമാനെയും ജൈനനെയും പാഴ്സിയൊക്കെ ഉണ്ടെങ്കിൽ അവരെയും എല്ലാം നേരിട്ട് ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വോട്ട് ചെയ്യാൻ വേണ്ടി ഞാനും അപർണയും വീട് പൂട്ടി ഇറങ്ങുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ചെയ്യല്ലോ. ആ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഈ സർക്കാരിന്റെ കാലത്ത് വർദ്ധിപ്പിച്ച 350-400% ഇരട്ടി കറണ്ട് ബില്ലുണ്ട്. ഇനി വോട്ട് ചെയ്യാൻ വേണ്ടി കാർ എടുത്ത് വെളിയിലേക്ക് പോയാൽ പെട്രോൾ അടിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വിഴുങ്ങുന്ന ടാക്സ് ഇനത്തിന്റെ വലിയ വർധനമുണ്ട്. ഇനി കാർ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ഒരു ഓട്ടോ പിടിച്ചാൽ ആ ഓട്ടോറിക്ഷ പെർമിറ്റ് 450% വർദ്ധിപ്പിച്ചത്. അപർണയുടെയും എന്റെയും വീട്ടിൽ നമ്മൾ നാളെ ഈ മഴക്കാലമൊക്കെ വരുമ്പോ കുറച്ച് തുണി വിരിക്കാൻ വേണ്ടി മോളിൽ 4 പടുത വലിച്ചു കിട്ടിയാൽ ഈ സർക്കാരിന് ലക്ഷറി ടാക്സ് കൊടുക്കണം. ലക്ഷറി ടാക്സ്, മനസ്സിലായോ? അങ്ങനെ ജനത്തെ നേരിട്ട് ബാധിക്കുന്ന ഹിന്ദുവാണോ ക്രിസ്ത്യനാണോ മുസൽമാനാണോ എന്ന് വേർതിരിവില്ലാതെ മലയാളികളെ മുഴുവൻ അവരുടെ ജീവിതത്തെ ദുസ്സഹമാക്കുന്ന രീതിയിൽ അടിസ്ഥാനപരമായി ബാധിക്കുന്ന വലിയ ജനകീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാവേലി സ്റ്റോറിൽ ഓണക്കാലത്ത് മഹാബലി വരുന്ന സമയത്ത് മാത്രം പോലും അവിടെ സാധനങ്ങൾ എത്തുന്നുണ്ടായിരുന്നില്ല. റേഷൻ കടയിൽ എലിയും ഖജനാവിൽ പൂച്ചയും പറ്റിയിറക്കിയാണ് എന്ന യാഥാർത്ഥ്യം ജനം തിരിച്ചറിഞ്ഞു. അങ്ങനെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന 1 ഡസൻ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ബാധിച്ചു. രാഹുൽ മാങ്കൂട്ടം പ്രശ്നം ബാധിച്ചില്ലേ? ഞാൻ 10 സെക്കൻഡ് നിർത്താം. രാഹുൽ മാങ്കൂട്ടം വിഷയം ബാധിച്ചു, ദിലീപിന്റെ വിഷയവും ബാധിച്ചു. എങ്ങനെ ബാധിച്ചെന്നറിയാമോ? രാഹുൽ മാങ്കൂട്ടം വിഷയം വന്നപ്പോ കോൺഗ്രസ് കേരളത്തിലെ പൊതുമനസാക്ഷിയുടെ മുമ്പിൽ ഒരു പുതിയ ബെഞ്ച് മാർക്ക് വെച്ചു. ഞങ്ങൾ അയാളെ പുറത്താക്കി. അത് പുറത്താക്കിയ ശേഷവും അയ്യോ നിങ്ങൾ അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് പറഞ്ഞ് മെഴുകുന്നത്, ഒരു ന്യൂജൻ ഭാഷയിൽ പറഞ്ഞാൽ മെഴുകുന്ന CPM നേതാക്കളെ ജനം അവജ്ഞയോടെ പുച്ഛിച്ചു കളഞ്ഞു. എന്നിട്ട് ജനം അവരോട് ചോദിച്ചു, മുകേഷിനെ എന്താ പുറത്താക്കാത്തത്? ജനം അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് P ശശിയുടെയും PK ശശിയുടെയും കാര്യത്തിൽ പറയാനുള്ളത്, AK ശശീന്ദ്രന്റെ കാര്യത്തിൽ പറയാനുള്ളത്, നിങ്ങൾക്കെന്താ കടകംപള്ളിയുടെ കാര്യത്തിൽ പറയാനുള്ളത് എന്ന് ജനം അവരോട് ചോദിച്ചു. 2, ദിലീപിന്റെ വിധിയുമായി ബന്ധപ്പെട്ടാണ്. ദിലീപിന്റെ വിധി വന്നതിന്റെ അന്ന് ഇടത് സൈബർ ഹാൻഡിലുകളെല്ലാം അവൾക്കൊപ്പം എന്ന് ഫേസ്ബുക്കിലും മറ്റും പോസ്റ്റ് ഇട്ടു. എന്നിട്ട് ഇത് സർക്കാരിന്റെ വലിയ വിജയമാണ്, സർക്കാർ ഇങ്ങനെയൊക്കെ നിന്നല്ലോ, സർക്കാർ അപ്പീൽ പോകുന്നു, എല്ലാവരും വരൂ നമുക്ക് കൈയടിച്ച് സർക്കാരിനെ പ്രകീർത്തിക്കാം എന്നതായിരുന്നു ലൈൻ. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപർണ, ഞാൻ ആ വിധി വായിച്ചു പഠിച്ച ഒരാളാണ്, അങ്ങും വായിച്ചു എന്നാണ് എന്റെ പ്രതീക്ഷ. നോക്കൂ, അവിടെ ദിലീപിന്റെ അഭിഭാഷകരുടെ ബേസിക് ഡിഫൻസ് എന്ന് പറയുന്നത് 1 പ്രതികൾ തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ്. അതായത് പൾസർ സുനിയും ദിലീപും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ബന്ധം തെളിയിക്കാൻ പറ്റുന്ന ചിത്രങ്ങൾ ഇപ്പൊ അപർണ അവിടെ നിന്ന് ഫോണിൽ തെരഞ്ഞാൽ 1000 അങ്ങേക്ക് കിട്ടും, എനിക്കും കിട്ടും. അതുപോലും നീറ്റ്ലി കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാൻ ഇടത് സർക്കാർ നേതൃത്വം കൊടുക്കുന്ന പ്രോസിക്യൂഷന് സാധിച്ചില്ല. അതായത് പ്രോസിക്യൂഷൻ പരാജയമാണ് അതിജീവിതയ്ക്ക് നീതി നേടിക്കൊടുക്കാത്തത് എന്നത് ജനത്തിന് വളരെ കൃത്യമായി മനസ്സിലായി. അങ്ങനെ പരാജയപ്പെട്ട ഒരു പ്രോസിക്യൂഷൻ അവൾക്കൊപ്പമാണ് എന്ന് പറയുന്നത് ഇരട്ട നിലപാടാണ് എന്ന് ജനം തിരിച്ചറിഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സമസ്ത മേഖലയിലും പരാജയപ്പെട്ട ഒരു സർക്കാർ, ആ സർക്കാരിന്റെ പ്രതിനിധികൾ ആരും വോട്ട് ചോദിച്ചു വരേണ്ട എന്ന്. ശരി വസന്ത്, ഞാൻ ചോദിക്കാൻ വെച്ച ചോദ്യമുണ്ട്, ഞാൻ അത് അടുത്ത റൗണ്ടിൽ ചോദിക്കാം. കോൺഗ്രസിനോടുള്ള സ്നേഹം കൊണ്ടാണോ അതോ ഇടതുപക്ഷത്തോടുള്ള ദേഷ്യം കൊണ്ടാണോ ഈ വോട്ടും വിജയം ഉണ്ടായത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കൊണ്ടുകൂടിയാണ് തിരുവനന്തപുരത്ത് BJP-യുടെ ഒരു ചരിത്ര എൻട്രി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. ഞാൻ ആ ഒരു ഇതിലേക്ക് കൂടെ വരാം. P. ശ്യാംരാജ് കൂടി BJP നേതാവ് നമുക്കൊപ്പം ചേരുന്നു.